ഹലോ ഗായ്സ്, ബറാഅത്ത് രാവിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അസറിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത്. ഇവിടെ ഇക്കാൻ്റെ വീട്ടിൽ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിടിക്കറി, പായസം എന്നൊക്കെ പറയും. അതിനുള്ള പിടി പരുത്താണ്. ആകെ ഒരു ഇലയിലേ ഞാൻ പരുത്തിയിട്ടുള്ളൂ. ഉമ്മ വേറൊരു ഇലയിലും പരുത്തി, ഞാനൊരു ഇലയിലും പരുത്തി. ഞാനൊക്കെ ഉമ്മയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുറേയൊന്നും പരത്താനില്ല. പിന്നെ ഞാൻ ബനാന മുറിച്ചു, നേന്ത്രപ്പഴം മുറിച്ചിട്ടോ, 2 എണ്ണം മുറിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടാണ് മുറിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ തന്നെ മുറിച്ച് ശീലമായത്. എല്ലാം മുറിച്ച് ശീലമായിട്ടില്ല. ഇതിലും ചില സാധനമൊക്കെ ഞാൻ കടി വരയ്ക്കാണ്ട് തന്നെ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ മുറിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ബനാന നേന്ത്രപ്പഴമൊക്കെ മുറിച്ച് സെറ്റായിട്ടുണ്ട്. അടുത്തതായിട്ട് ഇടിപ്പായസത്തിനുള്ള തേങ്ങ ചേരാണ് കേട്ടോ. കുറച്ചുണ്ടാക്കുന്നുണ്ട്. ഒരു തേങ്ങയും പിന്നെ ഒരു തേങ്ങയുടെ മുറിയും, അതായത് 3 മുറി തേങ്ങയാണ് വേണ്ടിയിട്ട് ഞാൻ ചിരകി വെച്ചത്. അതിന് അരപ്പൊക്കെ അരച്ച് വെച്ച് പാകമൊക്കെ ചെയ്തത് കേട്ടോ. നമ്മുടെ അരിയിൽ ഏലക്കായ ഇട്ടിട്ടാണ് കേട്ടോ ഇടി പരത്തുമ്പോൾ ചേച്ചിട്ട് ഏലക്കായ ഇട്ടിട്ടാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. പരത്തുന്നതിൽ പരിപ്പൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിവടക്കുള്ള ഉള്ളി മുറിച്ചു. പിന്നെ മസാലയ്ക്ക് പരത്തി ഒന്നും മുളക് ഇട്ടിട്ടില്ല കേട്ടോ. പെപ്പർ പൗഡറും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഉള്ളിവട ഏകദേശം കൊണ്ടിരിക്കുകയാണ്. ഉള്ളിവട എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഇടിപ്പായസവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടിപ്പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ